ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനാണെങ്കിൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് അപ്പമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് വേണ്ടത് കുറച്ച് ഉപ്പ്. നമുക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടും ലേശം ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് പഞ്ചസാര, ഇനി കുറച്ച് ഈസ്റ്റ്, ഇനി കുറച്ച് തേങ്ങ തിരികിയത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് തിരികിയത്. നമ്മൾ ആ പച്ചരി കൊണ്ടല്ലേ നമ്മൾ അപ്പം തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് അപ്പം ചുടാൻ പോകുന്നു. ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം വേണം, വലിയ ചൂടാവല്ലേ, ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മാവെല്ലാം നല്ലോണം അരച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കും. ഒരു 10 മിനിറ്റ്, 10 ഒരു അരമണിക്കൂർ നമുക്കത് വെച്ചേക്കാം. ഈ മാവ് നടച്ചു വയ്ക്കാം. നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ദോശ ചൂടാം. ദോശയല്ല, അപ്പം. നമ്മൾ അപ്പമാണ് ചുടാൻ പോകുന്നത്. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വയ്ക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ടിടാം. അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. എന്നുവെച്ചാൽ അടച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കാം. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഗോതമ്പ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ കോരി ഒഴിച്ചിട്ട് ഒന്ന് തവി വെച്ച് പരത്തിയ ചുട്ടെടുത്ത്. ഇനി കറക്കി വേണമെങ്കിലും ചുട്ടെടുക്കാം. നമ്മൾ ചട്ടിയിൽ ഒഴിച്ചിട്ട് കറക്കിയിട്ട് ഒന്ന് ചുട്ട് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പം ഞാൻ ഇങ്ങനെ ചുട്ടെടുത്ത തവി ഒഴിച്ച് നിരത്തിയിട്ടാണ് ചുട്ടെടുത്തത്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം. വീടുകളിലൊക്കെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഇതിന് കുറച്ച് കാര്യങ്ങൾ ചേർത്താൽ മതി. പക്ഷേ അരിയൊന്നും ആട്ടണ്ട. ആട്ടാൻ നമുക്ക് എളുപ്പം അപ്പമായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ ഗോതമ്പപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് പൊടിയൊക്കെ കാണത്തില്ലേ? അന്നേരം എടുത്തുനിന്ന്
ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഗോതമ്പ് അപ്പം ദോശ കൊണ്ട് ചൂടാം, അപ്പം ചൂടാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ. അതേപോലെ ഇതും ഒരു അപ്പം നല്ല ടേസ്റ്റാണ്. ഇതിന് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ്. ഇതിന് ഞാനൊരു സാമ്പാറുണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. സാമ്പാർ കൂട്ടിയാണ് കഴിക്കുന്നത്. ചമ്മന്തിയോ എന്തൊരു കറിയായാലും മതി. ഇത് കൂട്ടി കറി ഇല്ലെങ്കിലും കഴിക്കാം. നല്ല രുചിയാണ്. എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ഉണ്ടാക്കണം. ചിലപ്പം ചപ്പാത്തി, ചിലപ്പോൾ ദോശ, അതൊക്കെ അല്ലേ. ഇതേപോലെ ഗോതമ്പ് പൊടി കൊണ്ട് അപ്പവും ചുട്ട് നോക്കുക. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.